ഇന്നത്തെ എൻ്റെ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ കാലില്ലേ, ചിക്കൻ്റെ കാലിന് മസാല വെച്ചെങ്ങനെ നമുക്ക് ഇതിലാക്കി വറുത്ത് കോരിയെടുക്കുക എന്നുള്ളത് നോക്കാൻ. ആദ്യം നമുക്ക് ചിക്കൻ നന്നായിട്ട് വരിഞ്ഞതിനെ കഴുകി വൃത്തിയാക്കിയ ശേഷം വരിഞ്ഞെടുത്തിട്ട് ശേഷം അതിലേക്ക് ഉപ്പ്, ചെറുനാരങ്ങൻ്റെ നീര് ഇതൊക്കെ ഒന്ന് തേച്ചിട്ട് 1 മണിക്കൂർ വെക്കുക. എന്നിട്ട് ഒരു സ്പൂൺ കുരുമുളക്, പട്ട, ഗ്രാമ്പ്, ഏലക്ക ഇതൊക്കെ കുറേശ്ശെ ഇട്ടിട്ട് പിന്നെ നല്ല ജീരകം, പിന്നെ ഇതുണ്ടല്ലോ നമ്മളെ അയമോദകം, ഇതെല്ലാം കൂടെ കൂട്ടി കുഴച്ചിട്ട് നന്നായിട്ട് 1 മണിക്കൂറോളം ഫ്രിഡ്ജിൽ വെക്കുക. നല്ല മസാല പൊടിപ്പിക്കുക. അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ നമ്മൾ ഇതുണ്ടല്ലോ മുളക് ചില്ലി ഫ്ലക്സ് അത് ഇട്ടിട്ട് നന്നായിട്ട് തേച്ചതിന് ശേഷം 1 മണിക്കൂറോളം ഫ്രിഡ്ജിൽ വെക്കുക. നന്നായിട്ട് മസാല പിടിക്കുക. അതിന് ശേഷം നമ്മളെന്ത് ചെയ്യുക, ഈ കുക്കറിൽ വെച്ചതിന് ശേഷം ആവിയിലൊന്ന് വേവിച്ചെടുക്കുക. അപ്പോൾ ചിക്കൻ്റെ ഉള്ളിലേക്കൊക്കെ നല്ല മസാല കയറും. നല്ല ടേസ്റ്റാട്ടോ ഇങ്ങനെ ഉണ്ടാക്കി വെക്കൊണ്ട്. എന്നിട്ട് പിന്നെ അര സ്പൂൺ ബട്ടർ ഇട്ട് കൊടുക്കുക. പിന്നെ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ഇത് ചിക്കൻ ഇട്ട് കൊടുക്കുക. എന്നിട്ട് തിരിച്ച് മറിച്ചെടുത്ത് കഴിഞ്ഞാൽ വറുത്ത് കോരിയെടുത്താൽ ഒന്ന് ചെറിയ ഇതിൽ എന്നിട്ട് മൂടി വെക്കുക. നന്നായിട്ട് നല്ല രസമുള്ള ചിക്കൻ ഫ്രൈ ആണ്. ചിക്കൻ്റെ കാലിങ്ങനെ ഒന്ന് ചെയ്ത് നോക്കി. ചിക്കൻ്റെ വലിയ കാലിൻ്റെ ഉള്ളിലൊക്കെ മസാല കയറി കിട്ടാനൊക്കെ. എന്നിട്ട് പിന്നെ ഈ മസാല നമ്മൾ എന്ത് ചെയ്യുക, ഈ ചട്ടിയിലേക്ക് തന്നെ ഇട്ട് കൊടുക്കുക. അപ്പോൾ നമുക്ക് റൊട്ടിയിൽ ചപ്പാത്തിലേക്കോ ഇതിലേക്കൊക്കെ കോരി തിന്നാനും നല്ല രസമാണ്. ഈ രീതിയിലൊന്ന് ഉണ്ടാക്കി നോക്കി. പിന്നെ നല്ല രസമുണ്ട്. എന്നാൽ മസാല നന്നായിട്ട് മുരിഞ്ഞ് വന്നാൽ ബട്ടറിലല്ല. എന്നിട്ട് പിന്നെ ഇതിൻ്റെ ഇതുണ്ടല്ലോ മസാല അത് ഒഴിച്ച് കൊടുക്കുക. ഇതിലേക്ക് നമ്മൾ ആവിയിൽ വേവിച്ച 2 വിസിലടുപ്പിച്ചാൽ മതി ആകെ. എന്നാൽ അതിൽ ബാക്കി ലാസ്റ്റത്തിൽ ബട്ടർ ഇട്ട് കൊടുത്ത് കഴിഞ്ഞാൽ അടിപൊളി ടേസ്റ്റാണ്. ഈ രീതിയിലൊന്ന് ഉണ്ടാക്കി നോക്കുകയാണെങ്കിൽ നല്ല രസമാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ഇവിടെ പുതിയ അയമോദകമൊക്കെ ചേർക്കുമ്പോഴല്ലോ നല്ല രസമുള്ള, വയറിന് കേടുമില്ല. അയമോദകം നല്ല സാധനമാണല്ലോ. അങ്ങനെ ഒരു പുതിയ മസാല ഞാനൊന്ന് ഉണ്ടാക്കി നോക്കുക. നല്ല രസമാണ്. കുരുമുളകും കാശ്മീരി ചില്ലി പൗഡറും 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും ഇതൊക്കെ കൂടെ കൂട്ടിച്ചേർത്തിട്ട് പാകത്തിലുള്ള ടേസ്റ്റ് രസവും എല്ലാം ഉണ്ടായിരുന്നു. ഈ രീതിയിലൊന്ന് ഫ്രൈ ആക്കിയാൽ വലിയ കാലൊക്കെ കിട്ടുമ്പോൾ നല്ല മസാലയൊക്കെ ഉള്ളിലേക്ക് പിടിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഇഷ്ടപ്പെടുകയാണ് നിങ്ങൾ സബ്സ്ക്രൈബ് ലൈക്കൊക്കെ ചെയ്യുക. നല്ല വെന്തും കിട്ടും. അങ്ങനെ ആകുമ്പോൾ നല്ല വേവാണ്. ഈ രീതിയിലൊന്ന് ഉണ്ടാക്കി നോക്കിയിട്ടാണ്. ഇൻഷാ അല്ലാഹ് അടുത്ത വ്ളോഗിൽ വേറെ